Hi friends, welcome to DI Solutions. Today we are discussed about the topic how to generate expenses in Soho Books. അതിനായി പർച്ചേസ് മൊഡ്യൂളിൽ എക്സ്പെൻസസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എക്സ്പെൻസസ് എന്ന് പറയുന്നത് നമ്മളുടെ ഡേ ടു ഡേ ബിസിനസ് ആക്ടിവിറ്റീസിൽ ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസുകൾ പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എക്സ്പെൻസ് മൊഡ്യൂൾ യൂസ് ചെയ്യുന്നത്. ഫോർ ദ എക്സാമ്പിൾ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ്, ലോഡിംഗ് അൺലോഡിംഗ് ചാർജസുകൾ, ഫുഡ് എക്സ്പെൻസ്, ട്രാവലിംഗ് എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യുന്നതിനാണ് എക്സ്പെൻസ് മൊഡ്യൂൾ ചൂസ് ചെയ്യുന്നത്. അതിനായി ന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പണായി വരുന്ന വിൻഡോയിൽ ബ്രാഞ്ച് ചൂസ് ചെയ്ത് എക്സ്പെൻസ് ഇൻകർ ആയിരിക്കുന്ന ഡേറ്റ് മെൻഷൻ ചെയ്യുക. എക്സ്പെൻസ് അക്കൗണ്ട് ചൂസ് ചെയ്യുക. എമൗണ്ട് മെൻഷൻ ചെയ്യുക. പേ ചെയ്യുന്നത് ക്യാഷ് ഓർ ബാങ്ക് എന്നുള്ളത് ചൂസ് ചെയ്യുക. ഇതൊരു വെൻഡറെ ചൂസ് ചെയ്ത് ഈ വെൻഡർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വെൻഡറെ ചൂസ് ചെയ്ത് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ വെൻഡറുടെ ഈ പോസ്റ്റ് നമുക്ക് ഈ വെൻഡറുടെ സ്റ്റേറ്റ്മെൻറ്റിൽ കാണാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കസ്റ്റമറെ ചൂസ് ചെയ്ത് ഇത് ബില്ലായിട്ട് കൺവേർട്ട് ചെയ്ത് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമുക്ക് റീഇംബേഴ്സ്മെൻറ്റ് വാങ്ങിക്കാൻ പറ്റും. ആ ഡീലിംഗ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എക്സ്പെൻസ് പോസ്റ്റ് ആയിട്ടുണ്ട്. ഈ എക്സ്പെൻസ് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മേക്ക് റിക്കറിങ് ആക്കാൻ പറ്റും. അതായത് ഈ എക്സ്പെൻസ് എല്ലാ മാസവും ജനറേറ്റ് ചെയ്യുന്നതാണെങ്കിൽ മേക്ക് റിക്കറിങ് കൊടുത്താൽ എല്ലാ മാസവും ഈ എക്സ്പെൻസ് പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇതിൽ നമുക്ക് ക്ലോൺ ചെയ്യാൻ പറ്റും. ക്ലോണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു എക്സ്പെൻസിൽ ഡേറ്റോ വെൻഡറയോ മാറ്റി അല്ലെങ്കിൽ എമൗണ്ട് മാറ്റിയിട്ട് നമുക്കിത് ക്ലോൺ ചെയ്യാനായിട്ട് പറ്റും. ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. നമുക്കിത് വ്യൂ ജേണൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഇൻക്രീ ചെയ്തിരിക്കുന്ന എക്സ്പെൻസിൻ്റെ ജേണൽ എൻട്രി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ.